ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ ഒരു റിഫ്രഷിങ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പൈനാപ്പിളിൻ്റെ കൂടെ ഒരു ചേരുവ കൂടി എക്സ്ട്രാ ചേർത്തുകൊണ്ട് ഒരു അടിപൊളി ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ 2 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് പുതിനയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പുതിന ഇലയും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പുതിന ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ മിക്സി ജാറിലേക്ക് ഇടാം. പിന്നെ ഒരു 8-10 പുതിന ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുപ്പ് കിട്ടാനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. പിന്നെ നല്ല തണുപ്പ് വേണ്ടവർക്ക് നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ ഐസ് വാട്ടർ തന്നെ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് നമുക്കൊരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തിട്ടുള്ള ഈ ജ്യൂസ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നല്ല ചൂട് സമയത്ത്, നല്ല ദാഹമുള്ള സമയത്തൊക്കെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിഫ്രഷിംഗ് ആണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.